الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചതമ്പുരാന്റെ വിധിയും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നന്നായി പാലിച്ച് ഏറ്റവും നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, കർശനമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനും അങ്ങനെ ഈ ദുനിയാവിൽ നിന്ന് അവസാന യാത്രക്കൊരുങ്ങുവാനുമുള്ള ഏറ്റവും ഉന്നതമായ ഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ വലിയ ഒരു സൗധം നിർമ്മിക്കാൻ വർഷങ്ങൾ ആവശ്യമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനം അനിവാര്യമാണ്. കോടികളുടെ ചെലവും അത്യാവശ്യമാണ്.
എന്നാൽ ഇത് തകർക്കാനോ നിമിഷങ്ങൾ മാത്രം മതി. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ കാര്യവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകളുടെ കൂട്ടത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്. അതിലൊരു വിഭാഗം ഇന്നൽ അബ്ദ ലയഅമലു അമലു അഹ്ലിൻ നാർ വ ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവർ അവരുടെ ജീവിതത്തിൻ്റെ ഒട്ടനേകം കാലം നരകത്തിലേക്ക് പോകാനിരിക്കുന്നൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യോ ആ കാര്യങ്ങളെമ്പാടും ചെയ്തുകൊണ്ട് ജീവിച്ചവനാണ് അയാൾ. പക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന സമയങ്ങളിൽ ആ മനുഷ്യൻ നന്നായി നല്ല നിലക്ക് ജീവിച്ച് അയാൾ മരിക്കണം. എങ്ങനെയാണ് അയാൾ മരിക്കുന്നത്? വ ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരനായി സ്വർഗത്തിന്റെ ആളായിട്ടാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇയാൾ സ്വർഗത്തിലേക്കുള്ള പണികൾ അയാളുടെ ജീവിതത്തിൽ എമ്പാടും ചെയ്തവനാണ്. പക്ഷെ ജീവിതത്തിന്റെ അവസാന സമയത്ത് നരകത്തിലേക്ക് പോകാനിരിക്കുന്നൊരു മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യോ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ മരിക്കണം. വ ഇന്നഹു മിൻ അഹ്ലിൻ നാർ, ആ മനുഷ്യൻ നരകത്തിലേക്കാണ് പ്രവേശിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ രണ്ടാമത് പറഞ്ഞ അവസ്ഥയെ നമ്മൾ ഓരോരുത്തരും നന്നായി ഭയപ്പെടേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നൽ അഅ്മാല ബിൽ ഖവാതീം, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാന സമയം പരിഗണിച്ചായിരിക്കും അയാളുടെ സ്വർഗ നരകങ്ങൾ അല്ലാഹു തആല തീരുമാനിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ഞാനീ പറഞ്ഞ 2 കാര്യങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ധാരാളം ചരിത്രങ്ങൾ, സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നന്നായി പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു ജൂതന്റെ കുട്ടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മാലിന്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് ഇടും. ആ പവിത്രമായ ശരീരത്തിലേക്ക് ആ കുട്ടി കാർക്കിച്ചു തുപ്പും. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കുട്ടി ഈ വഴിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുമ്പോൾ കുറച്ച് ദിവസം ഇതൊന്നും കാണില്ല, ഈ കുട്ടിനെ കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഴിയിലുള്ള ആളുകളോട് അന്വേഷിക്കാണ്, എവിടെയാണ് ആ കുട്ടി? അപ്പൊ ആളുകൾ പറഞ്ഞു, ആ കുട്ടിക്ക് അസുഖാണ്, രോഗമായി കിടപ്പിലാണെന്ന് പറയുകയാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ജീവിതത്തിന്റെ അവസാന സമയത്താണ് ആ കുട്ടിയുള്ളത്. അവനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കാൻ
മുസ്ലിം ആവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ കുട്ടിക്ക് മുസ്ലിം ആവണമെന്നുണ്ട്. പക്ഷെ വാപ്പ ജൂതനാണ്. വാപ്പ എന്തു പറയുമെന്ന പേടി ഈ കുട്ടിന്റെ മനസ്സിലുണ്ട്. വാപ്പാനെങ്ങനെ നോക്കണം. ആ സമയത്ത് പിതാവ് കുട്ടിയോട് പറയാണ്, മോനെ, അബുൽ ഖാസിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു പേരാണത്, അബുൽ ഖാസിം പറഞ്ഞതനുസരിക്കൂ എന്ന് പറയാണ്. ആ കുട്ടിക്ക് സന്തോഷമാകുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് ആ സമയത്ത് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്നു. ആ കുട്ടി മുസ്ലിം ആകുന്നു. പിന്നീടാണ് ആ കുട്ടി മരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറകണ്ണുകളോടെ പടച്ചോന് ശുക്ർ പറയാണ്, അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ. പടച്ചോനെ, ഈ കുഞ്ഞിനെ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചല്ലോ റബ്ബേ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ കുഞ്ഞിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സന്തോഷത്തോടെ നിറകണ്ണുകളോടെ ആ സമയത്ത് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. സമാനമായ മറ്റൊരു ചരിത്രം കൂടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വരികയാണ്. അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഉഹാജിറു മഅക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ കൂടെ ഞാനും ഹിജ്റ പോന്നോട്ടെയോ എന്ന് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ അറാബിയായ മനുഷ്യനെ പരിഗണിക്കാനും അദ്ദേഹത്തിന് ദീന് പഠിപ്പിക്കാനും വേണ്ടി ആവശ്യപ്പെടുകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുന്നു. യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് വീതിച്ചു നൽകുകയാണ്. ഇത് വീതിക്കുമ്പോൾ ഈ അഅറാബിയായ മനുഷ്യനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൽ നിന്നൊരു വിഹിതം എടുത്തു വെക്കുകയാണ്. അദ്ദേഹം ആ സമയത്ത് ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന മൃഗങ്ങൾക്ക് അവകളെ മേയ്ക്കാൻ വേണ്ടി അദ്ദേഹം പോയി. അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോ സ്വഹാബികള് ഈ ഗനീമത്ത് സ്വത്ത് അദ്ദേഹത്തിന് നൽകുകയാണ്. ആ സമയത്ത് ഈ സ്വഹാബി ചോദിക്കുകയാണ് അവരോട്, ഇതെന്താണ്? ഞാൻ ഇത് കണ്ട് അല്ല ഞാൻ ദീൻ സ്വീകരിച്ചത്, ഞാൻ ഇത് കണ്ട് മുസ്ലിമായവനല്ല എന്ന് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടും ഇതേ കാര്യം പറയാൻ, നബിയേ, ഇതെന്താണ്? നബിയേ, ഞാൻ ഇതൊന്നും കണ്ട്, ഈ ഗനീമത്ത് സ്വത്ത് കണ്ട് ഞാൻ ദീനിലേക്ക് വന്നവനല്ല എന്ന് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നബിയേ, എനിക്ക് അങ്ങയുടെ കൂടെ സായുധ സമരത്തിൽ പങ്കെടുക്കണം. എന്റെ ഈ തൊണ്ടയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അമ്പെയ്ത് യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദായി മരിക്കാനുള്ള സൗഭാഗ്യം പ്രവാചകരെ എനിക്ക് വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ആ സ്വഹാബി സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പിന്നീട് യുദ്ധം നടക്കുന്നു. യുദ്ധം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ അന്വേഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവരൊരു സ്വഹാബിയെ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അമ്പെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് തെറിച്ച രക്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് അദ്ദേഹമല്ലേ? അന്നെന്നോട് ആ പറഞ്ഞ സ്വഹാബി തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. സ്വഹാബികൾ പറയാ, നബിയേ, അദ്ദേഹം തന്നെയാണിത്. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹാദാ അബ്ദുക്, പടച്ചോനെ, ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അതല്ലാഹുവേ നിന്റെ അടിമയാണ്. അന അലൈഹി ഷഹീദ്, റബ്ബേ, ഈ മനുഷ്യന്റെ ആത്മാർത്ഥതയ്ക്ക്, ഈ മനുഷ്യന്റെ നന്മ നിറഞ്ഞ ജീവിതത്തിന് ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറകണ്ണുകളോടെ പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജുബ്ബ ഊരി അതിൽ അദ്ദേഹത്തെ കഫൻ ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന ചരിത്രം, സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജീവിതത്തിന്റെ അവസാന സമയങ്ങൾ വരെ ശരിക്ക് നരകത്തിലേക്ക് പോകേണ്ട ഒരാൾ ചെയ്ത എല്ലാ പണികളും കൃത്യമായി ചെയ്ത് ജീവിതത്തിന്റെ അവസാനം സ്വർഗത്തിലേക്ക് എത്തേണ്ടുന്ന പണികൾ എമ്പാടും ചെയ്ത് സ്വർഗം കണ്ട് ഈ ദുനിയാവിൽ നിന്ന് യാത്രയായവർ. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ജീവിതത്തിൽ ഒരുപാട് കാലം എമ്പാടും നന്മകൾ ചെയ്ത് അവസാനം ഒരു കാഫിർ ചെയ്യേണ്ട പണികളെല്ലാം ചെയ്ത് നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം പരിശോധിച്ചാൽ ഇതിനും ധാരാളം തെളിവുകൾ, ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനും ഒക്കെ അദ്ദേഹം കാണാതെ പഠിച്ചു. കുറെ കാലം ആ മനുഷ്യൻ നന്നായി ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ വഹ്യ് എഴുതുന്നതിന് വേണ്ടി ഏൽപ്പിക്കുക പോലും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? ഹദീസിൽ നമുക്ക് കാണാൻ, ഫആദ നസ്റാനിയ, ആ മനുഷ്യൻ വീണ്ടും ക്രിസ്ത്യാനിയായി മാറുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ സങ്കടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, പടച്ചോനോട്, അല്ലാഹുമ്മ ഇജ്അൽഹു ആയ, പടച്ചോനെ, ഈ മനുഷ്യനെ നീ ഒരു ദൃഷ്ടാന്തമാക്കി വെക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പടച്ചോനോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ കാഫിറായി തന്നെയാണ് മരിക്കുന്നത്. ഇയാളെ ഈ നസ്വാറാക്കൾ അയാൾക്ക് വേണ്ടി ഖബർ കുഴിക്കുകയാണ്. പിറ്റേ ദിവസം ആളുകൾ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ഈ മനുഷ്യൻ ഖബറിന്റെ പുറത്തുണ്ട്. അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അദ്ദേഹം. വീണ്ടും അയാളെ ആ ഖബറിലേക്ക് തന്നെ വെച്ച് നന്നായി മണ്ണിട്ട് മൂടുകയാണ്. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോഴും ഈ മനുഷ്യൻ ആ ഖബറിന്റെ പുറത്തുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഇതൊക്കെ മുഹമ്മദിന്റെ പണിയായിരിക്കും എന്നവരിങ്ങനെ പറയുകയാണ്. വീണ്ടും ഒരൽപ്പം കൂടെ ആഴം കൂട്ടി നന്നായി ഒരിക്കലും പുറത്തേക്ക് എടുക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഈ മനുഷ്യനെ ആ ഖബറിൽ തന്നെ പ്രവേശിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോ അപ്പോഴുണ്ട് അയാൾ ഈ ഖബറിന്റെ പുറത്ത്. അങ്ങനെ ഓരോ ദിവസവും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല, ആ ഖബറിന്റെ പുറത്ത് വെച്ച് അഴുകി ആ മനുഷ്യനെ ദ്രവിക്കുകയാണ് ചെയ്തത് എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമ്രാൻ ഇബ്നു ഹിത്വാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാള് നല്ല ദീനി നിഷ്ഠയുള്ള ആളായിരുന്നു. ധാരാളം ഹദീസുകൾ അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു.
ഇമാം ബുഖാരി പോലും ഇദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് ഹദീസുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. നന്നായി കവിതയറിയുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയാൾ. ഈ മനുഷ്യൻ വിരൂപനായ ഒരു മനുഷ്യനായിരുന്നു. അയാളെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? എനിക്ക് നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ എനിക്ക് കല്യാണം കഴിക്കണം. പക്ഷേ ഈ മനുഷ്യന് ആരും പെണ്ണ് കൊടുക്കുന്നില്ല. കാരണം അത്രയേറെ വിരൂപത ഈ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഖവാരിജത്തായ ഒരു സ്ത്രീയെ ഇയാൾ കാണുക. അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്താ വെച്ചാൽ അവളെ ഇങ്ങോട്ട് തീരെ മാറ്റാം എന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ അവള് മാറിയില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീ ഈ മനുഷ്യനെ ഒരു ഖവാരിജായ മനുഷ്യനായി മാറ്റുകയാണ്. അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനായ അബ്ദുല്ലാഹി ഇബ്നു മുൽസിമിനെ പ്രശംസിച്ചുകൊണ്ട് ഈ മനുഷ്യന് കവിത പാടി എന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ജീവിതത്തിൽ ഒരുപാട് കാലം ശരിക്കും മുസ്ലിമായി ജീവിച്ച് ഒരു മുസ്ലിമിന് വേണ്ട എല്ലാ ഗുണങ്ങളും ശരിക്കും തന്റെ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിന്റെ അവസാന സമയത്ത് എന്ത് ചെയ്യുന്നു? ഒരു കാഫിറായ മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ പണികളും ചെയ്ത് ഈ മനുഷ്യൻ നരകത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത്തരം ഒരവസ്ഥയെ നാം ഓരോരുത്തരും നന്നായി പേടിക്കണം. അള്ളാഹു ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്ത് ഉസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിയും വിലക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കണമേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിത പര്യവസാനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും അറിയേണ്ട, മനസ്സിരുത്തി ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 ചരിത്ര സംഭവങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ അള്ളാന്റെ മലക്കുകൾ നമ്മുടെ അരികിലേക്ക് വന്ന് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് സ്നേഹത്തോടെ നമ്മളോട് സംസാരിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ സന്തോഷത്തോടുകൂടെ റൂഹിനെ പിടിച്ച് 7 ആകാശത്തിലേക്കും നമ്മൾ ഓരോരുത്തരും ഖബറിലേക്കും യാത്രയാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിന് നമ്മുടെ ജീവിതത്തിന്റെ പര്യവസാനം അത് ശരിയായേ പറ്റൂ. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്,
നമ്മളെ വിശ്വാസം സഹോദരങ്ങളെ അത് ശരിയാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസം റെഡിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയത്തും ടെൻഷനുകളും പ്രയാസങ്ങളും ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് വിശ്വാസം ശരിയാക്കി ശിർക്കരിക്കാത്ത വിശ്വാസത്തോടു കൂടെ നാം ഓരോരുത്തരും ജീവിക്കണം. 2, പടച്ചോന്റെ ദീന് അത് ഏറ്റവും നന്നായി പഠിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. ദീന് കുറെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും ശരിക്ക് കൃത്യമായി പഠിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 3-മത്തൊരു കാര്യം, അത്തഖറബു ഇലല്ലാഹ് ബിന്നവാഫിൽ. ഫർളുകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതോടൊപ്പം സുന്നത്തായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഓരോരുത്തരും കൊണ്ടുവരേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഖിറാഅത്തുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനുമായി നിരന്തരമായൊരു ബന്ധം സ്ഥാപിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. 6-മത്തെ കാര്യം ദിക്റുല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ ചെല്ലാൻ നമ്മളെ തടിയുണ്ട്, ഒരു നയിപ്പില്ല, ഒരു അധ്വാനമില്ല. വളരെ വേഗത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഈ ദിക്റുകളെ, അദ്കാറുകളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അൽ മജാലിസതു ബിൽ മുത്തഖീന സ്വാദിഖീൻ. നല്ലവരുമായി കൂട്ടുകൂടുന്ന നല്ലൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ പടച്ചോനെ നന്നായി സൂക്ഷിച്ചോളൂ. വകൂനു മഅസ്വാദിഖീൻ. നല്ല ആളുകളുടെ കൂടെ ഒരു നിലപാട് സ്വീകരിക്കുന്നവരായി നിങ്ങൾ മാറുകയും ചെയ്യണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലവരുമായി സമ്പർക്കവും ചങ്ങാത്തവും പുലർത്താൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് ലുസൂമു മജാലിസൽ ഇൽം. ദീനി പഠന സദസ്സുകളിൽ പങ്കെടുക്കുന്നവരായി നാം ഓരോരുത്തരും മാറണം. ദീന് പഠിക്കാൻ എമ്പാടും സംവിധാനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ആ സംവിധാനങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുന്ന, അത് പാരായണം ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള മജ്ലിസ് നമ്മുടെ മഹലിൽ തന്നെയുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ ആദർശ രംഗത്ത്, സംഘടനാ രംഗത്ത് നമുക്കുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, ദിക്റുൽ മൗത്ത്. മരണവുമായി ബന്ധപ്പെട്ട ചിന്തയോടെ നാം ഓരോരുത്തരും ജീവിക്കണം. ഇനി എത്ര ദിവസമാണ്, ഇനി എത്ര നേരാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നമുക്ക് ആർക്കും പറയാനേ സാധ്യമല്ല. ആ നിലക്കാണ് ഓരോ മരണങ്ങളും നാം ഓരോരുത്തരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മരണ ചിന്തയോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അദ്ദുആഉൽ ഖാലിസ്, റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ, നീയാണ് റബ്ബേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ. പടച്ചോനെ, നീ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ ധാരയിൽ അടിയുറപ്പിച്ചു നിർത്തണേ എന്ന് പടച്ചോനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പടച്ചോനെ, മുസ്ലിമായി ഈ ദുനിയാവിലെമ്പാടും കാലം പടച്ചോനെ ഞാൻ ജീവിച്ചിട്ട് അവസാനം ഒന്നിനും പറ്റാത്തവനായി ഖബറിലേക്ക് എന്റെ തടിയും എന്റെ തലയും വെക്കുമ്പോ കാഫിറായി മരിക്കുന്ന ഒരു സാഹചര്യം പടച്ചോനെ എന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായി മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു അവന്റെ അനുഗ്രഹീതമായ സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കത്തിയാളുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നലകളിൽ കൂടെയുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്ന് ജീവന്റെ ഒരു തുടിപ്പ് പോലും അവശേഷിക്കാതെ
ആറടി മണ്ണിൽ അന്ത്യവിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അള്ളാഹു അവൻ്റെ അനുഗ്രഹീതമായി സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗബാധിതരായി വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പള്ളിയിൽ മുമ്പ് ഖുതുബ പറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട ഷൗക്കത്ത് മൗലവി കിഡ്നി മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്ന്, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.